ആചാരനായിട്ട് മകനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ചിരിച്ച് കേട്ടുകൊണ്ടിരുന്ന മകൻ യെസ് ഞാൻ തന്നെയാണ് സിനിമയിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് ബിബിൻ ചേട്ടനോടും ആനന്ദിനോടും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ആർട്ട്, കോസ്റ്റ്യൂം ചേച്ചി, എല്ലാവരും ഇതിനെ കൂടെ അഭിനയിച്ചവരുണ്ട്, എല്ലാവരോടും നന്ദി പറയുന്നു. ഇതൊക്കെ ഒരു മുമ്പ് സ്വപ്നം കണ്ടതാണ്. ഞാൻ മറ്റേ ഓടൊപ്പം കോമഡി സ്റ്റാർസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കും, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കയറാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇന്ന് 2000, അവൻ 2 ലക്ഷം ഒരു ദിവസം. എടാ കണ്ണാടി വീടാ റനി. ഞാൻ ഹരിയണ്ണ ഞാൻ ചോദിച്ചു, റനി ആ കണ്ണാടി നോക്കി ഒന്ന് റനി ഒന്ന് വാ റനി പ്ലീസ് ഒന്ന് വാ. ഞാൻ റനി എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഹരിയണ്ണ എവിടെയെങ്കിലും, ഹരിനാരായണ നമ്മുടെ ഹരിയണ്ണ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി. അവൻ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഹരിയണ്ണ വന്നു കഴിഞ്ഞാൽ വയലാറിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഭയങ്കര സംഭവം മ്യൂസിക് അങ്കിത്ത് നമ്മുടെ ബനാനെ ഒരു ഭൂതരമ ഹിറ്റ്. അത് പാടിയവനെ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അത് ആരോ കല്യാണത്തിന് പാടി അവന് ദുബായിൽ നിന്ന് വരാൻ സമയമില്ല. ദൈവത്തിനാണ് സത്യം. ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് ദുബായിൽ പോയപ്പോൾ ഓരോ പോസ്റ്ററിലും ആ പാട്ട് പാടിയ വൈറലും അമൃത TV എല്ലാ ചാനലിലും അവനെ കാണാം. ഈ പാട്ട് പാടി എവിടെ? അപ്പോൾ ചേട്ടാ അത് പാടാണെന്ന് ഞാൻ അസീസെ പാടിയവൻ്റെ ഒരു നമ്പർ താടാൻ ഞാൻ 2 പരിപാടി കൊണ്ടുപോകണം അവനെ ഞാൻ ഇന്ന് ഇപ്പോഴത്തെ അങ്കിത്തിനെ എവിടെ കണ്ടപ്പോൾ ഞാൻ അങ്കിത്തെ നമ്മൾ ഹേ ബനാനെ പാടിയ ആളെവിടെ? അവനെ ഒന്ന് ആൾക്കാർ മുമ്പ് ഒന്ന് കാണിച്ച ഇവിടെ എവിടെ ഫ്രൈഡ് റൈസിൻ്റെ അറ്റത്താണെങ്കിൽ നീ കാര്യം. മറ്റവൻ ഞാൻ നോക്കിയപ്പോൾ ദുബായിൽ ഫുൾ ഷോ, ഡെയിലി ഷോ. അവൻ്റെ പരസ്യം ഇവനെ യഥാർത്ഥ പാട്ട് പാടിയെന്ന് ആർക്കും അറിയില്ല. നീ പാടാം, നിന്നെ എവിടെയും കൊണ്ടുപോകണം ഒരു പരിപാടി. എനിക്ക് ഇത്തിരി പൈസ കെട്ടണ കേസാണ്. അവനെ കാണാനില്ല, അവൻ വരുന്നില്ല. മറ്റവൻ ഡെയിലി പരിപാടിയായിട്ട് നടക്കുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റിയ ഭയങ്കര ഭാഗ്യം കേട്ടോ. പൈസല് എൻ്റെ സമയമാണ് ഞാൻ അപകരിക്കുന്നത്. അതൊക്കെ നമ്മളെ ഏറെണ്ണൊക്കെ ഹിറ്റായിരിക്കുന്നുണ്ട്. പുള്ളി ഇനിയിപ്പം ഒരു സീനായ പോലും തകർത്തടിച്ച് ഞങ്ങളെ വാഴയെ സപ്പോർട്ട് ചെയ്തല്ലോ ബീച്ചിൽ. അത് തന്നെ വലിയ സന്തോഷം. എല്ലാ ടീമും നമ്മളെ എന്ത് പറയും, പേരെടുത്ത് പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. ബൈക്ക് കിട്ടാത്തതിൻ്റെ സങ്കടം എനിക്കറിയാം. ഒരു ആങ്കറിന് ഏറ്റവും വലിയ വിഷമാണ് ബൈക്ക് തിരിച്ച് കിട്ടാത്തത്. അതിലൊരു പരാതിയുമില്ല. ആക്ച്വലി നോബിചേട്ടൻ കുറേ അധികം സംസാരിച്ചെങ്കിലും മകൻ ജോമോൻ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ജോമോൻ ആക്ച്വലി അല്ല, ജോമോൻ ശരിക്കും ഇത്ര പാവമാണോ? ഇവിടെ നിൽക്കുന്ന പോലെ തന്നെയാണോ ശരിക്കും? അപ്പൊ ഇത് ഫേക്കാണ്. പിടിച്ച് അപ്പൊ ശരിക്കുള്ള ആളെങ്ങനെയാ? ശരിക്ക് പവറാണ്, മന്ത്രമാണ്. ഇവന്റെ യഥാർത്ഥ പേര് ചോട്ടാ പൈ എന്നാണ്. ബോംബെയിലാണ്. ഉച്ചക്കത്തെ ട്രെയിനിലാണ് വന്ന കള്ള വണ്ടി കയറി. ഇനി കൗണ്ടർ എന്തെങ്കിലും ഒരു പിക്കപ്പ് ലൈനെങ്കിലും പറയും. ഇവൻ എന്നൊക്കെ ചേട്ടാ പ്രശ്നമാണല്ലോ. എന്ത് പിക്കപ്പ് ലൈൻ ചോദിക്കും? എനിക്കില്ല ചേട്ടാ. പറഞ്ഞ് തീർന്നു. ആ സത്യം പാവപ്പെട്ടവനല്ല. പറയണ്ടോ? പരിപാടിയോട് കിടക്കല്ലേ? എങ്ങനെയാണെങ്കിലും നമ്മുടെ അതാണല്ലോ അതിന്റെ ഒരു ബ്യൂട്ടി. നമ്മുടെ എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ആയിട്ടില്ല. ഒന്ന് പവറായിട്ട് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട്. അതാണല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. യെസ്, താങ്ക് യു വെരി മച്ച്. അപ്പൊ അച്ഛനും മോനെ ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ചൊരു വഴിയാക്കി. ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ഓഫ് മൊമെന്റോ